നെയ്യാറ്റിൻകര വീട്ടമ്മയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കും. ലൈംഗിക ചൂഷണമടക്കം ഗുരുതര ആരോപണങ്ങളാണ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആ ലെറ്റർ കിട്ടുമ്പോഴാണ് നമ്മൾ കണ്ടത്. നമുക്ക് അതിനു മുമ്പും അങ്ങനത്തെ ആ വ്യക്തിയുടെ നിന്ന് ബാഡ് ഒരു അനുഭവം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ടല്ല എന്നാലും ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ നമുക്കത് അപ്പോൾ നമ്മളത് ആ ഒരു ഇതിലെടുത്തില്ല. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ നിന്നും വായ്പ ലഭ്യമാക്കുന്നതിനായാണ് സലിതാകുമാരി വാർഡ് മെമ്പർ കൂടിയായ ജോസ് ഫ്രാങ്ക്ലിനെ സമീപിക്കുന്നത്. പിന്നീട് തുടർച്ചയായി പല ദിവസങ്ങളിലും ഇയാളിൽ നിന്നും നിരന്തരമായി ചൂഷണം നേരിട്ടിരുന്നതായി സലിതാകുമാരിയുടെ മകൻ പറയുന്നു. ലെറ്റർ മാത്രം ഒതുക്കാനുള്ള കാര്യമില്ല. കാരണം 11 മണിക്ക് 12 മണിക്ക് ഫോൺ വിളിക്കുക, അങ്ങനെ കുറേ ചില നേരത്തെ വീട്ടിൽ വന്ന് അവിടെ വന്ന് ഫോൺ അടിക്കുക. അപ്പോൾ ഇതൊക്കെ അതിൽ ഉള്ള നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനും അനിയത്തിയാലും നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര സ്വദേശി സലിതാകുമാരി തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. സലിതാകുമാരിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുന്നത്. കുറിപ്പിൽ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ചുമത്തും. ഇരുവരും തമ്മിലുള്ള ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകൾ എന്നിവയും അന്വേഷിക്കും. നഗരസഭയിലെ വായ്പ ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കും. ആദ്യഘട്ടത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ജോസ് ഫ്രാങ്ക്ലിനെ ചോദ്യം ചെയ്യുക. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘവും. ഒപ്പം നഗരസഭയിലെ വായ്പ ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളും പരിശോധിക്കും. തിരുവനന്തപുരത്ത് നിന്നും ദേവൻ MP, ന്യൂസ് മലയാളം.